ഉത്സവങ്ങളുടെ കാലഘട്ടം. ഉദ്ധനോതി ഇത് ഉത്സവ. ഉദ്ധവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അർത്ഥം, പല വ്യാഖ്യാനങ്ങളിൽ ഉദ്ധവൻ എന്ന് പറഞ്ഞാൽ ഉത്സവം എന്നൊരു അർത്ഥം കൂടെ കാണിക്കേണ്ടത്. അപ്പോൾ ബദരി വിശാലിക്ക് ജയ്. ബദരിയിൽ നിന്നെ തേടി പലയിടത്തും തേടി നടങ്ങുന്നു കാലടി കിഴക്കട്ടെ ഭവൽ കീർത്തനം പാടിപ്പാടി വരണ്ടുണങ്ങെങ്കിൽ ഉണങ്ങിയിരട്ടെ യുക്വാഞ്ചലം കൂടെ നടത്തുമർച്ചന തളർത്തിയിരട്ട കൈരണ്ടുമിക്കൂടാത്മാവ് വെടിഞ്ഞിടും മരഹരെ നിന്നെ സ്മരിച്ചാവൂ ഞാൻ എന്ന് പണ്ടൊരു കവി പാടി. ഊഷരമായി കിടക്കുന്ന ഭൂമിയെ കുളിരണിയിച്ച് മഴ പെയ്യിക്കണമെങ്കിൽ എന്തു ചെയ്യണം? നിരന്തരമായ പ്രാർത്ഥന വേണം. പണ്ടൊരു സിനിമയിൽ കാണിച്ചിരുന്നു, ഋഷ്യശൃംഖനെ കൊണ്ടുവന്ന് യാഗം കഴിപ്പിച്ച് മഴ പെയ്ച്ചു. അതുപോലെ തന്നെ അതിരാത്രങ്ങൾ യാഗഭൂമികൾ ഉണരുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ളതായ യാഗഭൂമികൾ ഉണരുന്നു, യാഗങ്ങൾ വരുന്നു. അപ്പോൾ അഗ്നേരാഭാഭ്യപൃഥിവ്യാം ഓഷധേഭ്യോ അന്നം. അപ്പോൾ അഗ്നിയിൽ നിന്നാണ് ജലമുണ്ടാകുന്നത്. ആ ജലകണികകൾ നമ്മളറിയാം, ഹോമകുണ്ടത്തിന് മുകളിൽ പിടിച്ചു കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ ഹോമകുണ്ടത്തിന് ജലകണികകൾ വരും. ആ ജലകണികകൾ അനുസരിച്ച് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഭൂമിയിലുള്ള ജലസ്രോതസ്സുകൾ വറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ജലസ്രോതസ്സുകൾ നിലനിന്നാൽ മാത്രമേ നീരാവയായി മുകളിൽ മേഘമായി മഴ പെയ്യിക്കാൻ സാധിക്കുള്ളൂ എന്നർത്ഥം. അപ്പോൾ നമ്മൾ പറയാറുണ്ട് എന്തൊരു ചൂടാ എന്ന് പറയാറുണ്ട്, എന്തൊരു തണുപ്പാ എന്ന് പറയാറുണ്ട്, എന്തൊരു മഴയാന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയല്ല വേണ്ടത്. നല്ല ചൂട്, നല്ല മഴ, നല്ല മഞ്ഞ് എന്ന് പറയുന്നു. ഇന്ന് ഏനാനല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിക്കാരൻ ഒരു രചനയും ഒക്കെ നിർവഹിച്ചുകൊണ്ട് സംവിധാനവും നിർവഹിച്ചുകൊണ്ട് ഒരു കീർത്തനം പാടിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പോലെയുള്ളതായ സാധാരണക്കാരനായ കവികളുടെ അല്ലെങ്കിൽ കാവ്യപ്രവർത്തകരുടെ പ്രവർത്തകരുടെ ഒപ്പം നിൽക്കുന്നതായ അദ്ദേഹത്തെ പ്രത്യേകം പ്രശംസിക്കുമ്പോൾ നമുക്കറിയാം, അമ്മയാണെന്നും നമുക്ക് ദൈവം അമ്മയെ നമ്മൾ നമിച്ചിരിക്കണം. ആസ്ഥാന്താവലീയം പ്രസൂതി സമയ ദുർവാരശൂലവ്യഥ നൈരൂച്ചം തനശോഷണം മലമയി ശയ്യാജ സംവത്സരി ഏകസ്യാഭിനഗർഭഭാരഭരണക്ലേശസ്യക്ഷമോദാതും ദുഷ്കൃതി മുന്നോപി തനയ തസ്യൈ ജനന്യൈ നമായെന്ന് ശങ്കരാചാര്യസ്വാമികൾ മാതൃപഞ്ചമത്തിലൂടെ പാടിയപ്പോൾ സന്യാസിയായിരുന്നിട്ട് പോലും അമ്മയുടെ അവസാന ചടങ്ങുകൾക്ക് അദ്ദേഹം എത്തിച്ചേർന്നു എന്നർത്ഥം. അപ്പം അമ്മ തന്നെയാണ് ദൈവം. അതുപോലെ ഭീഷ്മർ അവിടെ ഉത്തരായനം കാത്തിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? നല്ല കാലം വരാൻ, ഭഗവാന്റെ സ്പർശനം കിട്ടാനോ ഭഗവാന്റെ ദർശനം കിട്ടാനോ. എന്നും കണ്ടുകൊണ്ടിരിക്കണമല്ലോ, പിന്നെ എന്തിനും ഉത്തരായനം വല്ല നല്ല കാലം വരാൻ പോലും സരസ്വതിയിൽ കാത്തിരുന്നു. അപ്പം ജനന മരണങ്ങളെല്ലാം നമുക്കറിയാം, ആരും പിടിച്ചു നിർത്താൻ പറ്റില്ല. ജനിക്കൽ പിടിച്ചു നിർത്താൻ പറ്റുമല്ല, മരിക്കൽ പിടിച്ചു നിർത്താൻ പറ്റില്ല. അപ്പം അങ്ങനെ ഉള്ളതായ ഒന്നിനെ പറ്റി ചിന്തിക്കുമ്പോൾ അവിടെ വിഷ്ണു സഹസ്രനാമ ജപത്തോടു കൂടി തന്നെ അവിടെ ജലമുണ്ടായിരുന്നില്ല, ഉണങ്ങിക്കിടന്നില്ല. ആ ഭൂമിയിൽ അവിടെ പാർത്ഥൻ തലയ്ക്ക് താഴെയായിക്കൊണ്ട് അമ്പ ചെയ്ത് ജലം വരുത്തി അത് ഭീഷ്മർക്ക് തീർത്ഥമായിട്ട് കൊണ്ട് തന്നെ ആ ജലം മുകളിലേക്ക് ഒഴുകി വായിൽ കൊടുത്തപ്പോൾ അവിടെ എന്തായി? ഭീഷ്മ മുക്രി എന്ന് പറഞ്ഞു. അപ്പം ധർമ്മ യുദ്ധങ്ങൾ വരികയാണ്. ധർമ്മങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ അത് എന്തായിരിക്കണം? അത് ആയുധത്തിലൂടെ ആയിരിക്കില്ല. ഇലക്ഷൻ വരാൻ പോവുകയാണ്. ആയുധത്തിലൂടെ ആശയമായ സംഘടനകൾ വരട്ടെ, ധർമ്മങ്ങൾ നിലനിർത്തട്ടെ, അധർമ്മങ്ങൾ നശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിൻ്റെ നിറയിൽ വിരാജിക്കുന്ന തലപ്പുഞ്ഞ മഹാദേവ ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അപ്പോൾ പുനരുദ്ധാരണ പ്രവർത്തനം കല്ലുവിരിക്കൽ നടന്നു വരികയാണ്. അതിൻ്റെ ഏകദേശമൊക്കെ പൂർത്തിയാവാറായി. അതിൻ്റേതായ ധാരാളം ചെലവുകൾ, അതിൻ്റേതായ ശാരീരികവും സാമ്പത്തികവുമായ എല്ലാ സഹായ സഹകരണങ്ങളും അഭ്യർത്ഥിക്കുമ്പോൾ തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഓരോ ക്ഷേത്രങ്ങളും മുന്നോട്ട് വരണം. നമുക്ക് തന്ത്രമുള്ളതായ ഏനാനല്ലൂർ ഭഗവതി ക്ഷേത്രം ഒരു ചെറിയ ശ്രീകോവിൽ മാത്രം ഉണ്ടായിരുന്നതായൊരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് മുന്നിൽ ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്തു. മുന്നിൽ സർപ്പക്കാവ് വന്നു. പിന്നീട് നിരന്തരമായ നമ്മുടെയൊക്കെ അഭ്യർത്ഥനയെ മാനിച്ച് അവിടെ നേരെ വടക്കുവശത്തായും കൊണ്ട് കുറച്ച് സ്ഥലമുണ്ടായിരുന്നു. അതും കാവ് മേടിച്ചു. അത് അവിടെ പൂങ്കാവനമായിട്ട് തന്നെ നിലനിർത്തി വരുന്നു എന്നർത്ഥം. പൂങ്കാവനമായിട്ട് കൊണ്ട് പൂക്കളുടെ പൂങ്കാവനമായിട്ട് ഉണ്ടാക്കി. അപ്പോൾ അതുപോലെ തന്നെ നിരവധി വർഷങ്ങളിൽ വക്കുള്ളി തേവരെ ഉപാസിച്ചാണ് 10-30 വർഷം ശാന്തിയിച്ചാണ് അവിടെയും നമ്മൾ എന്ത് ചെയ്തു? അവിടെ ക്ഷേത്രത്തിന് ആവശ്യമായ പൂങ്കാവനം നമ്മൾ വെച്ചു പിടിപ്പിക്കുക. ആവാസവ്യവസ്ഥകൾ എങ്ങനെ എത്തുന്നത്? പൂങ്കാവനങ്ങൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതോ ഒരു ഗ്രാമമായാലും ഏതൊരു ക്ഷേത്രമായാലും എന്തായാലും ഏത് ഉപാസന
സമ്പ്രദായമായാലും അതിന് സ്വയം പര്യാപ്തത വരണം എന്നർത്ഥം. അവിടെ വേണ്ടതായ സംഭവങ്ങൾ അവിടെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ വേറെ ഇറക്കാൻ പോകണം. പുറത്തുനിന്ന് മേടിക്കുന്നതായ ഒന്നിനും അത്ര ശുദ്ധി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നർത്ഥം. അപ്പോൾ അവിടെ തന്നെ ഉണ്ടാകുന്നതായ ചെടികൾ, അവിടെ തന്നെയായ പൂവുകൾ ഒക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്കറിയാം, ഇതൊന്നും നമുക്ക് ഒരു 10 പൈസയ്ക്ക് വേണ്ടിയിട്ടോ ഒരു 10 പൈസ കമ്മീഷൻ മേടിക്കാൻ വേണ്ടിയിട്ടോ അല്ല ഇവരോടൊക്കെ നമ്മൾ അഭ്യർത്ഥിക്കുന്നത്. വക്കോളി ആയാലും തലപ്പുഞ്ച ആയാലും ഏനാനല്ലൂരായാലും മറ്റ് ക്ഷേത്രങ്ങളായാലും നമ്മളായിട്ട് പ്രവർത്തിക്കുന്നതായ ഏത് ക്ഷേത്രമായാലും. കഴിഞ്ഞ 3 വർഷമായിട്ട് ആലുവയ്ക്ക് അപ്പുറത്തുള്ളതായ നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു ഫാമുണ്ട്. അവിടെ കൃത്യമായ രീതിയിൽ തന്നെ കൂളത്തിൻ്റെ തൈകൾ, അതുപോലെ തന്നെ ഓരോ നക്ഷത്ര വൃക്ഷങ്ങൾ നമ്മളവിടെ വെച്ച് പിടിപ്പിക്കുന്നു. ഞങ്ങളെല്ലാവരും കൂടെ അതിൻ്റെ സാമ്പത്തിക സഹകരണങ്ങൾ ചെയ്തുകൊണ്ട് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. അത് മഴ പെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമ്മളോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെടികൾ എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ട് ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ പല ക്ഷേത്രങ്ങളിലും കൊണ്ടുവച്ചിരുന്നത് ഇപ്പോഴും ഉണങ്ങിക്കരിഞ്ഞു പോയി. 1-2 മാത്രമേ ഉള്ളൂ. ബാക്കി 98 എണ്ണവും കരിഞ്ഞു പോയി. ബാക്കി 1-2 കൂളം മാത്രമേ പല ക്ഷേത്രങ്ങളിൽ, ക്ഷേത്രത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല, പല ക്ഷേത്രങ്ങളുള്ളൂ. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അത് വെക്കാനുള്ള ചിലവും കൂടി എന്തു ചെയ്യണം, മറ്റുള്ളവർ തരണം. ഒന്നും വേണ്ട, ഒരു തൂമ്പെടുത്ത് ഓരോരുത്തരെ കൊണ്ട് വെപ്പിച്ചാൽ അവിടെ സ്വയം പര്യാപ്തമായ ഒരു പൂങ്കാവനങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇനിയും ഫ്രീ ആയിട്ടുള്ള പരിപാടിയൊന്നുമില്ല. ആവശ്യപ്പെടുന്നതിനനുസരിച്ച് വണ്ടി കൂലി അത് മേടിക്കുന്നതാണെന്നർത്ഥം. അത് ഇന്നലെ മാത്രമേ നമുക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ. ഫ്രീ ആയിട്ട് കൊടുത്താൽ ആർക്കും ഒരു മീച്ചം ഇല്ലാണ്ടായി തുടങ്ങി. അപ്പോൾ അതിൻ്റേതായ എത്ര ആലുവയിൽ നിന്നാണ് ഇതെല്ലാം, ആലുവയ്ക്ക് അപ്പുറത്ത് ഉളിയന്നൂർ ഭാഗത്താണ് നമുക്ക് ശേഖരമുള്ളത്. അത് ഏക്കർ കണക്കിന് സ്ഥലത്തിനകത്ത് അത് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. അവിടെ നിന്നുള്ളതായ ട്രാൻസ്പോർട്ടേഷൻ കൂലി അവരായിട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ നേരിട്ടല്ല, അവരായിട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളിലേക്ക് ആവശ്യമുള്ള തൈകൾ, ചെടികൾ, അതുപോലെ തന്നെ ചെത്തിയുടെ ഒക്കെ തൈകളെല്ലാം നമ്മൾ എത്തിച്ചു തരുന്നതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു എന്നർത്ഥം. അപ്പോൾ അങ്ങനെ ഓർമ്മിപ്പിക്കുമ്പോൾ എല്ലാം ക്ഷേത്രത്തിൽ വെച്ച് പിടിപ്പിക്കേണ്ടതായ എല്ലാ ചെടികളടക്കം എന്തായാലും അതെല്ലാം ചെടികളെല്ലാം ഫ്രീ ആണ്. അവിടെ കൊണ്ട് എത്തിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സ്പോട്ടിൽ വന്ന് എടുത്തുകൊണ്ട് പോകുള്ളൂ. അത് വെച്ച് പിടിപ്പിക്കുക. അത് മാസങ്ങളോളം കഴിഞ്ഞ് ഞങ്ങൾ വരും, പരിശോധിക്കാൻ അല്ല, ഞങ്ങൾ തൊഴുവാൻ വരും. അപ്പോൾ അത് എന്തിന് തളിർത്തിരിക്കണം, പൂവിട്ടിരിക്കണം. അത് നിർബന്ധമുള്ള വിഷയമാണ്. അപ്പോൾ നമ്മൾ ഇത്രയേറെ ഒരു 6 മാസത്തോളം കഷ്ടപ്പെട്ടാണ് ഇത് പാകി, ചാണകപ്പൊടി വച്ച് പാകി നമ്മൾ അത് പുഴുവില്ലാത്ത രീതിയിൽ നാച്ചുറലായിട്ട് രീതിയിലുള്ള വെള്ളം തെളിച്ച് അത് ചെടിയാക്കി എടുക്കുന്നത്. 6 മാസത്തോളം നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഗൗരവം കൊണ്ടുപോകുന്നവരും എടുക്കണം. എവിടെ വേണമെങ്കിലും, ഇനിയിപ്പോൾ കുടിയിരുത്ത് പരിശീലന ഇല്ലങ്ങളാണ്, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളാണ്, എവിടെയാണെങ്കിലും നമ്മൾ ആ സ്പോട്ട് പറഞ്ഞു തരും. അവിടെ ഒന്ന് എടുത്തുകൊള്ളുക, കൊണ്ടുപോയിക്കൊള്ളുക. അല്ലെങ്കിൽ അവിടെ തരേണ്ടതായ ട്രാൻസ്പോർട്ടേഷൻ കൂലി അവർ മേടിക്കും. ചിലപ്പോൾ ഞാനായിരിക്കുമെന്നത്, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളായിരിക്കുമെന്നത്. അപ്പോൾ എന്ത് വേണമെങ്കിലും നമ്മൾ ക്ഷേത്ര പുനരുദ്ധാരണങ്ങളായിട്ട് ബന്ധപ്പെട്ട് ആർക്ക് വേണമെങ്കിലും സഹകരണങ്ങൾ ചെയ്യാം എന്ന് പറയുകയാണ്. പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു, ഫ്രീ ആയിട്ടല്ല, ഫ്രീ ആയിട്ടുള്ള പരിപാടി നിർത്തി. എല്ലാ ചെടികളും ഫ്രീ ആണ്. ഒന്നുകിൽ അവിടെ വന്നിരിക്കുക, അല്ലെങ്കിൽ അവിടുന്ന് എത്തിക്കേണ്ടതായ ട്രാൻസ്പോർട്ടേഷൻ ചിലവ് അവർക്ക് നൽകുക. ചിലപ്പോൾ ഞാനായിരിക്കും കൂടുതൽ വരുന്നത്. അത് എനിക്ക് ഒരു 10 പൈസ വേണ്ടിയിട്ടല്ല എന്നർത്ഥം. അവരായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് ആ പൈസ ഗൂഗിൾ പേ ചെയ്യുക, പൈസ ആയിട്ട് കൊടുക്കുകയോ. എല്ലാ ക്ഷേത്രങ്ങളും, എല്ലാ കുടിയിരുത്ത് പ്രതിഷ്ഠകളും സ്വയം പര്യാപ്തമായി തീരട്ടെ, കാവുകൾ സംരക്ഷിക്കപ്പെടട്ടെ, മഴ പെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഗൗരവമായിട്ട് എടുക്കുക. ഓരോ ഇല്ലങ്ങളിലും, ഓരോ ക്ഷേത്രങ്ങളിലും, ഓരോ വീടുകളിലും ആവശ്യമായ ചെടികളും പുഷ്പങ്ങളും വെച്ച് പിടിപ്പിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആവാസ വ്യവസ്ഥ നിലനിർത്തിക്കൊണ്ട് ധാരാളം മഴ പെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നർത്ഥം. അപ്പോൾ എല്ലാവർക്കും സ്വയം പര്യാപ്തമായ ഗ്രാമങ്ങൾ, സ്വയം പര്യാപ്തമായ വീടുകൾ, സ്വയം പര്യാപ്ത ഇല്ലങ്ങൾ, സ്വയം പര്യാപ്ത ക്ഷേത്രങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട്, ഒരു തന്ത്രി എന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു മേശാന്തി എന്ന രീതിയിലോ അല്ല പറയുന്നത്, ഒരു സാധാരണക്കാരൻ സുഹൃത്ത് എന്ന രീതിയിലുള്ള അഭ്യർത്ഥന മാത്രമാണ്. എല്ലാവർക്കും വേണ്ടതായ ഓരോ ദിവസങ്ങൾ ചെല്ലുന്നവർ ഓരോന്നിന് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃത്യമായ രീതിയിൽ തന്നെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ 3 മാസത്തിനകം നമ്മൾ എത്തിച്ചേരുകയോ അല്ലെങ്കിൽ നമ്മുടെ പറഞ്ഞ സ്പോട്ടിൽ ചെന്ന് എടുത്തു കഴിഞ്ഞാൽ അത് വെച്ച് പിടിപ്പിക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. തലപ്പുഞ്ച, വക്കുവള്ളി, ഏനാനല്ലൂർ ക്ഷേത്രങ്ങളിലായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നതായ പൂങ്കാവനങ്ങൾ കാണിച്ചു തരും. അതുപോലെ എല്ലാ ക്ഷേത്രങ്ങളിലും സ്വയം പര്യാപ്തമായ പൂങ്കാവനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ശബരിമല എന്ന് പറയുന്നത് ഭഗവാന്റെ
ശാസ്താവിൻ്റെ പൂങ്കാവനം തന്നെയാണ്, സ്വാമിയുടെ പൂങ്കാവനമേ എന്നൊന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ സ്വാമിയുടെ പൂങ്കാവനം പോലെ തന്നെ ലോകം മുഴുവനും പൂങ്കാവനങ്ങൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കൊരു ഭംഗിയാണ്. പല നിറത്തിലുള്ളതായ ഒന്നിനെ നമുക്ക് നാനാത്വത്തിൽ ഏകത്വത്തിലേക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും പാദങ്ങൾ നമസ്കരിക്കുന്നു.